ഹലോ എവ്രിവൺ, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഷോർട്സ് എല്ലാവരും കാണാറുണ്ടോ? ബിക്കോസ് ഞാൻ ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. കണ്ടു നോക്കുക. മോർണിംഗ് ടൈം ആണ് ഇടുന്നത്. മൈറ്റ് ബി അറൗണ്ട് 11 or 12. ഓക്കെ, 11-11:30 ഒക്കെ ആകുമ്പോഴത്തേക്കിനും മോർണിംഗ് ഷോർട്സ് ഇടാറുണ്ട്. സോ ഇന്നത്തെ ടോപ്പിക്, ഓക്കെ, ഫസ്റ്റ് വി നീഡ് ടു സെലക്ട് കാർഡ്. സോ ലെറ്റ് സി. ഇന്നത്തെ ടോപ്പിക്കാണ് പ്രേക്ഷകരോട് ആർക്കാണ് ജലസി, ഓക്കെ, ആൻഡ് എന്തുകൊണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. സോ പ്രേക്ഷകരോട് ആർക്കാണ് ജലസി ആൻഡ് എന്തുകൊണ്ട് 3 കാർഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, alright, so group 1. Okay, wow, group 1 is 2 of cups. Okay, group 2, Queen of Pentacles, and group 3 is Ace of Cups. Okay, so 3 group ആണ് ഇവിടെ ഉള്ളത്. 2 of Cups Group 1, Queen of Pentacles Group 2 and Ace of Cups Group 3. ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻറ്റ്യൂഷൻ വഴി സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ പൈൽസ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വീഡിയോ. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് 2 of Cups ആണ്. സോ നമുക്ക് നോക്കാം ആരാണ് അല്ലെങ്കിൽ ആർക്കാണ് ഗ്രൂപ്പ് 1 പ്രേക്ഷകരോട് ജലസി ഉള്ളത്, എന്തുകൊണ്ടാണുള്ളത് എന്നത് നോക്കാം. ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. ഷോർട്സ് കണ്ട് നോക്കുക. പേഴ്സണൽ റീഡിങ്ങിന് എൻ്റെ ഇമെയിൽ ID enlightentarot960@gmail.com എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാൻ സേൽസ് ടീം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആസ് വെൽ എസ് സ്പിരിച്വൽ ചാനൽ മെസ്സേജസ് വേണ്ട പ്രേക്ഷകർക്കും സെയിൽസ് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഓൾറൈറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ, കിങ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് പെന്റിക്കിൾസ്, സെവൻ ഓഫ് കപ്സ്, Seven of Wands, Page of Cups, Page of Swords ആണ്, and വന്നത് 10 of Cups ആണ്. Alright, so ഗ്രൂപ്പ് 1 പ്രേക്ഷകർക്ക് ആദ്യം കാരണമാണ് വരുന്നത്. സോ കാരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പല പ്രേക്ഷകർക്കും ഇഫ് നിങ്ങൾ ജലസി നേരിടുന്നുണ്ടെങ്കിൽ അത് ചില പ്രേക്ഷകർക്ക് കർമ്മമാണ്. ഓക്കെ, സോ മൈറ്റ് ബി പ്രേക്ഷകർ ഈ പറയുന്ന ആൾക്കാരോട് വളരെ ജലസി ആയിരുന്നു നേരത്തെ. ഓക്കെ, ഓർ പാസ്റ്റ് ലൈഫിൽ എന്തോ കർമ്മ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാർമിക് ബാലൻസ് ആണിപ്പോൾ നടക്കുന്നത്. ഓക്കെ, സോ ജലസി, ഇത് ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് ഏത് പ്രേക്ഷകരാണോ ജലസി കാരണം ഭയങ്കര ബുദ്ധിമുട്ടുന്നത് അവർക്കാണിത്. ഓക്കെ, ബിക്കോസ് അതൊരു കർമ്മ റിലേറ്റഡ് കാര്യമാണ്. നെക്സ്റ്റ്, മറ്റ് പ്രേക്ഷകർക്ക് ജലസി എന്തിനാണ്? ബിക്കോസ് ഈ പറയുന്ന ആൾക്കാർക്ക് തോന്നുന്നത് ദാറ്റ് ഈസ് പ്രേക്ഷകർ വളരെ സമ്പന്നരാണ്. ഓക്കെ, നൗ ഇഫ് നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാൻ ഇല്ലെങ്കിൽ പോലും ജലസ് ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ സമ്പന്നരാണ്. ഏത് രീതിയിൽ? റിലേഷൻഷിപ്പ് ആകാം, സൗന്ദര്യമാകാം, ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യം സക്സസ്ഫുൾ ആകുന്നുണ്ട് അതാകാം, നിങ്ങൾക്കേറെ ആൾക്കാർ അല്ലെങ്കിൽ പിന്തുണ ഉണ്ടാകാം, അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടാകാം. ഓക്കെ, ബിക്കോസ് ഇതൊക്കെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാണിക്കുന്നത്. ഓക്കെ, സോ പ്രേക്ഷകർ വളരെ സമ്പന്നരാണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് പലർക്കും പലതാണ്. ചിലർക്ക് പണമാണെങ്കിൽ ചിലർക്ക് സപ്പോർട്ടാണ്, ചിലർക്ക് സൗന്ദര്യമാണ്. ഓക്കെ,
ചിലരുടെ കോൺഫിഡൻസ് ആണ്. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കേറെ കോൺഫിഡൻസ് ഉള്ള പ്രേക്ഷകരുണ്ടാകും, ആൻഡ് ഇത് മറ്റ് ആൾക്കാർക്ക് ശരിയാവുന്നില്ല. ഓക്കെ, എന്നാ ജലസി ആർക്കാണ്? വാട്ട് ഐ ഫീൽ, മെയിൽ പ്രേക്ഷകർ ഇവിടെ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഈ വീഡിയോ മെയിൽ പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിൽ ഏറെ മെയിൽസ് നിങ്ങൾക്കെതിരെയാണ്. ഓക്കെ, ഒത്തിരി മെയിൽസ് അല്ലെങ്കിൽ മൈറ്റ് ബി നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആകാം. ഓക്കെ, കരിയറിലാകാം, ബട്ട് ഏറെ മെയിൽസ് നിങ്ങൾക്കെതിരെയാണ്, എഗെയിൻസ്റ്റ് ജലസിയാണ് അവർക്ക്. ഓക്കെ, നിങ്ങൾ നന്നാവുന്നത്, പ്രേക്ഷകർ നന്നാവുന്നത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. സംഹാവ് അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആണ്, ലൈഫിൽ വളരെ ബാലൻസ് ആണ്, എല്ലാ കാര്യങ്ങളും വേണ്ടത്ര അളവിൽ പ്രേക്ഷകരുടെ കയ്യിലുണ്ട് എന്നതാണ് അവരുടെ ധാരണ. ഇത് അവരുടെ ധാരണ മാത്രമാണ്. ഓക്കെ, അതുണ്ടാവണം എന്നതില്ല. ഓൾറൈറ്റ്, ഫീമെയിൽ പ്രേക്ഷകർക്ക് എഗെയിൻ മെയിൽസ് ഉണ്ട്, മെയിൽസിൽ നിന്നും ജലസി ലഭിക്കുന്നുണ്ട്. മൈറ്റ് ബി നിങ്ങളുടെ സൗന്ദര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യപ്രാപ്തിയാകാം. ഓക്കെ, ചില കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൽ കണ്ടുവരുന്നത്, ഇഫ് ഒരു ഫീമെയിലിന് കാര്യപ്രാപ്തി ഉണ്ട്, ഒരു കാര്യം ചെയ്തെടുക്കാൻ, അവിടെ വേറെ മെയിൽസ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഈഗോ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ബിക്കോസ് ഞങ്ങൾ മെയിൽസാണ്, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഇയാൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാറുണ്ട്. ഓൾറൈറ്റ്, സോ മെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്വീൻ ആയിട്ടുള്ള ഒരു ഫീമെയിൽ, ദാറ്റ് ഈസ് ഏറെ അധികാര പദവി ഉള്ള ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങൾക്ക് ജലസി ലഭിക്കുന്നുണ്ട്. ഐദർ അത് നിങ്ങളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് സ്ഥാപനത്തിൽ ഒരാളാണ്. ഓക്കെ, റിലീജിയസ് സ്ഥാപനം എന്ന് വെച്ചാൽ റിലീജിയസ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു നല്ല പദവിയിൽ ഇരിക്കുന്ന ഒരാൾ, ആൻഡ് നിങ്ങൾ ബിസിനസ് അല്ലെങ്കിൽ കരിയർ വൈസ് ആണെങ്കിൽ അവിടെയും നല്ലൊരു പൊസിഷനിൽ, ഓക്കെ, ബിസിനസ് ഓണർ ആകാം, അവരിൽ നിന്നും ഏറെ ജലസി ലഭിക്കുന്നുണ്ട്. ജലസിയുടെ മറ്റൊരു കാരണം എന്ന് പറയുന്നത്, പ്രേക്ഷകരുടെ മുന്നിൽ ഏറെ ഡിസിഷൻസ് കൊണ്ടുവച്ചാലും റൈറ്റ് ചോയ്സ് ആണ് എടുക്കുന്നത്, ശരിയായ ചോയ്സ് ആണ് പ്രേക്ഷകർ എടുക്കാറുള്ളത്. ഓക്കെ, ആസ് വെൽ ആസ് പ്രേക്ഷകർക്ക് വേണ്ട കാര്യം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഏറ്റവും അടുപ്പം, അതിപ്പോൾ ഫാമിലി ആർക്കാം, സോ ഫാമിലിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ പ്രേക്ഷകർ ഉണ്ടാവും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ. ഓക്കെ, അതിനെതിരെ പ്രവർത്തിക്കാൻ. സോ അത് ചിലർക്ക് ശരിയാവുന്നില്ല. ഓക്കെ, ചില ആൾക്കാർക്കത് ശരിയാവുന്നില്ല. പിന്നെ പ്രേക്ഷകരേറെ ട്രൂത്ത്ഫുള്ളാണ്. ഓക്കെ, എന്തുണ്ടെങ്കിലും നേർക്ക് നേരെ പറയുന്ന ഒരു ടൈപ്പാണ്. ദാറ്റ് ഈസ്, ഇഫ് പ്രേക്ഷകർക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി തന്നെ പറയും. സോ ആ ഒരു ആറ്റിറ്റ്യൂഡും പല ആൾക്കാർക്ക്, പ്രത്യേകിച്ചും മെയിൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിയാവുന്നില്ല. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന മെയിൽ പ്രേക്ഷകർക്കും ഫീമെയിൽ പ്രേക്ഷകർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയാണ്. സംഹാവ് മറ്റാൾക്കാർക്ക് തോന്നുന്നത് ദാറ്റ് നിങ്ങളുടെ ഫാമിലി വളരെ സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലിയാണ്, ശരിക്കും ഒത്തുചേരേണ്ടവർ തന്നെയാണ് ചേർന്നിരിക്കുന്നത്. സ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് റൂളിലുള്ള പ്രേക്ഷകർ, നിങ്ങളുടെ സ്പൗസ് വളരെ കറക്റ്റ് സ്പൗസാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ വളരെ സന്തോഷവാൻ അല്ലെങ്കിൽ സന്തോഷവതിയാണ്. ഓക്കെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ ബ്രില്യൻ്റ് ആണ്. ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങളുടെ വീട്, ചില പ്രേക്ഷകർക്ക് വീട് തന്നെ, ദാറ്റ് ഈസ് നിങ്ങളുടെ വീട് ചിലപ്പോൾ ഒരു കുടിലാകാം. ഓക്കെ, എല്ലാവർക്കും അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. ഒരു കുടിലാകാം, പക്ഷെ ആ കുടിലിലും സമ്പന്നതയാണ് ഈ ജലസ് ഉള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്. All right, that's interesting, isn't it? അതുപോലെ തന്നെ പ്രേക്ഷകർ ഫീമെയിൽസ് ആണെങ്കിൽ, പെർട്ടിക്കുലർലി ഫീമെയിൽസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സസ്. ഓക്കെ, വളരെ സ്റ്റൈലിഷ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഡ്രസ്സസ്സാണ് നിങ്ങൾ ധരിക്കുന്നത്. അത് സ്റ്റൈലിഷ് ആവണമെന്നില്ല. ഓക്കെ, നോർമൽ എല്ലാവരും ധരിക്കുന്ന സൂട്ട് അല്ലെങ്കിൽ സാരി ആകാം, പക്ഷേ നിങ്ങൾക്ക് അത് വളരെയധികം ചേരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും. അതും മറ്റാൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, സോ
മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഓൾമോസ്റ്റ് 90% പ്രേക്ഷകർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, കുടുംബം എന്ന് പറയുമ്പോൾ വളരെ അടുത്തുള്ള കുടുംബം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സ്, എവിടെ നിങ്ങൾ താമസിക്കുന്നു അതിൻ്റെ അടുത്ത് ചുറ്റും ഉള്ള ആൾക്കാരിൽ നിന്നാണ് ഈ ജലസി ലഭിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. സോൾ ഫാമിലി, കോൾ ഇൻ യുവർ ട്രൈബ്, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് അലോൺ. സോ ചില പ്രേക്ഷകർക്ക് അവരുടെ സോൾ ഫാമിലി, സോൾ മേറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് സോൾമേറ്റ് എപ്പോഴും നമുക്ക് സന്തോഷമാണ് നൽകുന്നത്. അങ്ങനെയല്ല. സോൾമേറ്റ് എന്നുള്ള ഒരു ടോപ്പിക് തന്നെ നമുക്ക് ലെസൺസ് ആണ്, സോൾ ലെസൺസ്. ഓക്കെ, സോ നമുക്ക് പഠിക്കാനുള്ള ലെസൺ. ആ ലെസൺസ് നല്ലതാണ്, നല്ല ലെസൺസ് ആണ് വരുന്നെങ്കിൽ അത് നല്ല സോൾ ഫാമിലി മെമ്പേഴ്സ്, ദാറ്റ് ഈസ് നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ ആരുമായിട്ട് ഏറ്റവും കൂടുതൽ ഒത്തുചേർന്ന് പോകുന്നു അവരാണ്. ഇഫ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ലെസൺസ് ആണ് പഠിക്കേണ്ടത്, ദാറ്റ് ഈസ് വഴുക്കാകാം, അല്ലെങ്കിൽ ഇതുപോലെ ജലസി ആകാം, സോ നമുക്ക് കിട്ടുന്ന ആ സോൾ മെമ്പേഴ്സ് നമുക്ക് ശരിയാവില്ല. ബട്ട് എഗെയിൻ അവർ നമ്മുടെ സോൾ ഫാമിലി തന്നെയാണ്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് അറ്റ് സോൾമേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതല്ല. ഓക്കെ, അഗെയിൻ റിലേഷൻഷിപ്സ്. സോ ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്സ് ആണ് ഇവിടെ പ്രേക്ഷകർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്, ജലസി, ഇൻ ടേംസ് ഓഫ് ജലസി. സോ ആസ് ഐ സെഡ്, ജലസി തരുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫ് ഓൾ സെറ്റാണ്. ഓക്കെ, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ഡ്രസ്സിങ് സെൻസ് ആയിക്കോട്ടെ, ലക്ഷറി ഐറ്റം ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം ദൈവം വെറുതെ ഫ്രീയിൽ കൊടുക്കുകയാണ് എന്നതാണ് അവരുടെ ധാരണ. ഓക്കെ, നിങ്ങളിവിടെ ഏറെ ഹാർഡ് വർക്ക് ചെയ്തായിരിക്കും നിങ്ങളുടെ ലൈഫ് നന്നാക്കുന്നത്. പക്ഷേ ഈ വെളിയിൽ നിന്ന് ജലസി നൽകുന്ന ആൾക്കാർ, അവർക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാം ദൈവം വെറുതെ തരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് അർഹത പോലും ഇല്ല, പക്ഷെ ദൈവം വെറുതെ തരികയാണ് എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. റൈറ്റ്, ഫണി ടോപ്പിക്, funny answers. Throat chakra. Okay, what else? Spiritual strength. So ഈ ജലസി അല്ലെങ്കിൽ ഇത് പ്രേക്ഷകർക്ക് എങ്ങനെ നിർത്താൻ പറ്റും? ഓപ്പൺ ആയിട്ട്, ലൈക്ക് ത്രോട്ട് ചക്ര ഓപ്പൺ ആക്കുക. എവിടെ നിങ്ങൾ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇവിടെ പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയുക. ഓക്കെ, ബിക്കോസ് ഇവിടെ കോംപ്രമൈസിൻ്റെ കാര്യം വരുന്നില്ല. ഇവിടെ പറയുന്നത് ദാറ്റ് ഈസ് ഇഫ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആരുടെയോ ജലസി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു വാർണിംഗ് ആയിട്ട് കൊടുക്കുക. നിനക്ക് എന്നോട് ജലസി ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ള ഒരു ഇത് കൊടുക്കുക. ദാറ്റ് മീൻസ് ആ പ്രേക്ഷകർക്ക് മനസ്സിലാവും ദാറ്റ് അവർ ഇഫ് ജലസി വെക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സോ അവരവിടെ ഇത്തിരി അവരുടെ ഈ ആറ്റിറ്റ്യൂഡിനെ ഇത്തിരി കുറയ്ക്കാൻ നോക്കും. സെക്കൻഡ്ലി, ഈ ജലസിയിൽ നിന്ന് പ്രേക്ഷകർക്ക് ഏറെ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് ലഭിക്കുന്നത്, വൺ വേ ഓർ ദി അതർ. സ്പിരിച്വൽ സ്ട്രെങ്ത് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ നടന്ന് നമ്മൾ പഠിക്കുന്നു, പല കാര്യങ്ങളും നമ്മുടെ 5D ലെവൽ, ദാറ്റ് ഈസ് നമ്മുടെ സോൾ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഒരു ജലസിയും പ്രേക്ഷകർക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അത് കൂടുതലും സ്പിരിച്വൽ ലെവലിലാണ് പഠിപ്പിക്കുന്നത്. സോ സ്പിരിച്വൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ദൈവത്തിൽ ഏറെ മുഴുങ്ങുക, ഓക്കെ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറെ ചെയ്യുക. ഓക്കെ, ജലസി വരുമ്പോഴത്തേക്കിനും അങ്ങനത്തെ ആൾക്കാരോട് നിങ്ങൾ മാറി നിൽക്കുകയാണ് ഉണ്ടാകുന്നത്. സോ വെൻ നിങ്ങൾ മാറി നിൽക്കുന്നു, നിങ്ങൾ കൂടുതൽ അടുക്കുന്നത് ഡിവൈനിലേക്കാണ്. ഓക്കെ, സോ അതാണ് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഇറ്റ്. സോ വളരെ മൈൻഡ്ഫുള്ളി ഈ ഒരു റീഡിംഗ് എടുക്കുക. ഓക്കെ, ഈ റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഏറെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, ആൻഡ് നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. ഷോർട്സ് കാണാൻ മറക്കരുത്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സോ നമുക്ക് നോക്കാം
പ്രേക്ഷകരോട് ആർക്കാണ് ജലസി, എന്തുകൊണ്ടാണ് ജലസി? ഡെയിലി ഷോർട്സ് ഇടാറുണ്ട്. ഷോർട്സ് കണ്ടു നിൽക്കുക. മോർണിംഗ് ടൈമിലാണ്. മൈറ്റ് ബി അറൗണ്ട് 10 to 12, ഇൻ ബിറ്റ്വീൻ 10 to 11 ഓർ 10 to 12. ഇതിൻ്റെ ഉള്ളിൽ ഷോർട്സ് ഇടാറുണ്ട്. കണ്ടു നോക്കുക. ഡെയിലി മെസ്സേജസിനായി അക്കോർഡിംഗ് ടു ദ ടാരോ എന്ന എൻ്റെ ചാനൽ കണ്ടു നോക്കുക. ഓക്കെ, സോ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി എൻലൈറ്റൻ ടാരോ 960 എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ക്രിസ്റ്റൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി സേൽസ് ടീം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. മെസ്സേജ് ചെയ്യാവുന്നതാണ്. ആൻഡ് ആസ് വെൽ എസ് സ്പിരിച്വൽ ചാനൽ മെസ്സേജിനും സേൽസ് ടീമിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സോ ആർക്കാണ് ജലസി? 7 of Pentacles, Justice. വെൽ, ഇന്നത്തെ ഷോർട്സിൽ ജസ്റ്റിസ് വന്നിരുന്നു. വിച്ച് വൺ ഐ ഡോണ്ട് റിമെമ്പർ. 5 of Pentacles, Queen of Swords, Page of Pentacles, the Moon, and Page of Wands. All right. Okay, let's see. ഓക്കെ, ഈ ജലസി ആരിൽ നിന്നാണ് വരുന്നത്? പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന പാർട്ട്ണർഷിപ്പ്, കൊലീഗ്സ്. ഓക്കെ, ഏതാൾക്ക് വളരെയധികം നേട്ടങ്ങൾ ലൈഫിൽ കിട്ടുന്നില്ല. ഓക്കെ, ഏതോ ഒരാൾക്ക്, ഓക്കെ, ഒന്നിൽ കൂടുതൽ പേരുണ്ട്, പക്ഷേ മെയിനായിട്ട് ഏതോ ഒരാൾക്ക് പ്രേക്ഷകരുടെ ചുറ്റിനാകാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അവർക്ക് ഒരു നേട്ടം വരുന്നില്ല. അവരൊത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഏറെ കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടുകാര്യങ്ങളാകാം, ബിസിനസ് ആകാം, കരിയർ ആകാം, ഓക്കെ, ഫ്രണ്ട്സിൻ്റെ അടുത്താകാം. അവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്കൊരു സാമ്പത്തിക നേട്ടമോ അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടമോ ഇല്ല. ഓക്കെ, എന്തുകൊണ്ടോ ആ നേട്ടത്തിന് എപ്പോഴും ഒരു ബ്ലോക്കേജ് ആണ് വരുന്നത്. ഓക്കെ, ഐദർ അവർക്ക് എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് കണ്ടിന്യൂസ്ലി ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചിലവ്, പണം ഉണ്ടെങ്കിലും ചിലവേറെയാണ്. ഓക്കെ, സോ സമ്പാദിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ മൈറ്റ് ബി ട്രാവലിംഗ് ഒക്കെ ചെയ്യാൻ ഏറെ ആഗ്രഹമുള്ളവരാണ്, പക്ഷെ അവർക്ക് അതിനൊന്നും പറ്റുന്നില്ല. ഓക്കെ, സോ അവർ നോക്കുമ്പോൾ പ്രേക്ഷകർ ചെയ്യുന്ന ജോലിക്ക് പ്രേക്ഷകർക്ക് ന്യായം ലഭിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എത്ര ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നു. അത് വീട്ടിൽ എല്ലാം നന്നായി നോക്കുന്നതാകാം, എഗെയിൻ കരിയർ, ബിസിനസ്, ഫ്രണ്ട്സ് എല്ലാം. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ഇടുന്നോ, അത് റിലേഷൻഷിപ്പിൽ പോലും എത്ര ഹാർഡ് വർക്ക് പ്രേക്ഷകർ ഇടുന്നോ, നിങ്ങൾക്കെപ്പോഴും പ്രേക്ഷകർക്ക് എപ്പോഴും ജസ്റ്റിസ് ആണ്, ന്യായമാണ്. ദാറ്റ് ഈസ് പ്രേക്ഷകർക്ക് എപ്പോഴും നല്ല ബന്ധങ്ങളാണ്, സപ്പോർട്ടാണ്, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളാണ്, ഉയർച്ചയാണ്. ഓക്കെ, ആൻഡ് ഹെൽത്തും വലിയ കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് മറ്റൊരാൾ, ദാറ്റ് ഈസ് ഒരാൾ വളരെ സ്പിരിച്വലി ഒരു തോട്ട് വരുന്നത് എങ്ങനെയാണ്, ലൈക്ക് വളരെയധികം സ്പിരിച്വലി ആണ് എല്ലാവരെയും അറിയിക്കുന്നത്. അങ്ങനെയാണ്. ദാറ്റ് ഈസ് ചിലപ്പോൾ 2 നേരം പ്രാർത്ഥിക്കുന്നതാകാം, വിളക്ക് വെക്കുന്നതാകാം, അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോകുന്നതാകാം, ഏറെ നേരം ബുക്സ്, ഓക്കെ, റിലീജിയസ് ബുക്സ് ഒക്കെ വായിക്കുന്നതാകാം. ഏറെ നോളജ് നിറഞ്ഞൊരു വ്യക്തി തന്നെ. പക്ഷേ മൈൻഡിൽ മൊത്തം എനിക്ക് മതിയല്ല, മറ്റൊരാൾക്ക് ഒന്നും ഉണ്ടാവരുത്. ദാറ്റ് ഈസ് അവരിപ്പോൾ സമ്പന്നതയിൽ ആണെങ്കിൽ പോലും അവരുടെ മുമ്പിൽ മറ്റൊരാൾക്ക് സമ്പന്നത വരുന്നത് അവർക്ക് കാണാൻ പറ്റില്ല. അങ്ങനെ 2 മെയിനായിട്ടുള്ള 2 ആൾക്കാരാണ്. ഓക്കെ, 2 3 ആയിട്ട് വരും. ഇഫ് 2 പേര് ഞാൻ പറയുവാണെങ്കിൽ അവർ ഈ ലാക്ക് മൈൻഡിലാണ്. അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഏറെയുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക ലോസ് ഏറെയുണ്ട്, അല്ലെങ്കിൽ ലോൺ കടബാധ്യതകൾ ഏറെയുണ്ട്. ഓക്കെ, അവരിൽ നിന്നാണ് ജലസി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ എന്തുകൊണ്ട് ആണ് വരുന്നത്? മൈറ്റ് ബി പ്രേക്ഷകർ വളരെ യൂത്ത്ഫുൾ ആണ്. ഓക്കെ, ഈവൻ ഇഫ് പ്രേക്ഷകർക്ക് 60 വയസ്സുണ്ടെന്ന് വിചാരിച്ചോളൂ, പക്ഷേ പ്രേക്ഷകരെ കാണുമ്പോൾ ഒരു 30 വയസ്സിൻ്റെ ആൾ, അത് ആറ്റിറ്റ്യൂഡിലാകാം, സംസാരത്തിലാകാം, നിങ്ങൾ ദയനീയ ചെയ്യുന്ന ജോലികളിലാകാം. ഓക്കെ, ബ്യൂട്ടി, സൗന്ദര്യം ആൻഡ് അഴകെന്ന് പറയില്ലേ, അഴകെന്ന് പറയുന്നത് എന്താണ്? ലൈക്ക് നിങ്ങൾ ഏത് ഡ്രസ്സാണ് ഇടുന്നത്, എങ്ങനെയാണ് ആൾക്കാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ വളരെ ടിപ്പ് ടോപ്പ് ആണ്. ഓക്കെ, സോ അത്
ഈ പറയുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ശരിയായിട്ടിരിക്കുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ്ലി ഇവിടെ ഞാൻ പറയുന്ന ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഒരു ലോൺലി വൂൾഫ് ആണ്, ദാറ്റ് ഈസ് ലോൺലി ആണ്. ഓക്കെ, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ അധികം പേരില്ല. ഓക്കെ, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കെതിരെ പറയുന്ന ഒത്തിരി കൂട്ടങ്ങളുണ്ട്, എന്നിട്ടും നിങ്ങൾ വളരെ ജോയ്ഫുള്ളി ആണ് ജീവിക്കുന്നത്. അത് ഈ പറയുന്ന ആൾക്കാർക്ക് ശരിയായിട്ടിരിക്കുന്നില്ല. ബിക്കോസ് അവരുടെ ആഗ്രഹം നിങ്ങളും അതുപോലെ ലാക്ക് മൈൻഡിൽ വരണം, അതുപോലെ നിങ്ങൾ താഴണം എന്നതാണ്. പക്ഷേ ഇവരാഗ്രഹിക്കുന്നേ ഉള്ളൂ നിങ്ങൾ ഉയർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അത് ഇവർക്ക് കാണാം. ഈവൻ തോ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല. പ്രേക്ഷകർ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ മൈറ്റ് ബി 5 വർഷം മുമ്പ് ഞാൻ ഈ ഒരു കാര്യം തുടങ്ങി, ഞാൻ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ബട്ട് ഈ കാണുന്ന പ്രേക്ഷകരല്ല, ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ദാറ്റ് ഈസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെച്ചടി കയറ്റങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈവൻ തോ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആരുമില്ല, എന്നിട്ട് പോലും നിങ്ങൾ വളരെ ഊർജ്ജത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു യങ് എനർജിയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ആർക്കും സ്പെസിഫിക്കലി ഈ പറയുന്ന ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്നുള്ള അവരുടെ ഒരു ധാരണയുണ്ട്, ബിസിനസ്സിൽ നിന്ന് ഏറെ പണം ലഭിക്കുന്നുണ്ടെന്ന ധാരണയുണ്ട്. പക്ഷെ എത്ര പണം ലഭിക്കുന്നു എന്നതറിയാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ സപ്പോസ് പ്രേക്ഷകർ ഒരു 5,000 ആണ് ഒരു മാസം ഏൺ ചെയ്യുന്നെങ്കിൽ ഇവരുടെ ധാരണ നിങ്ങളൊരു 25,000 ഏൺ ചെയ്യുന്നു. ആൻഡ് അതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പ് പറയുന്നത്. ഓക്കെ, സോ അതൊരു ജലസിയുടെ കാരണമാകുന്നുണ്ട്. ബിക്കോസ് റൈറ്റ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ഉള്ളെങ്കിൽ അതിനെ പുകർത്തി അല്ലെങ്കിൽ വലുതാക്കി പറയുന്നതാണ്. കാരണം ഇവരെ മാതിരി തന്നെ മറ്റാൾക്കാർക്കും നിങ്ങളോട് ജലസി ഉണ്ടാകണം, അതാണ് അവരുടെ എയിം. ഓക്കെ, ഓൾറൈറ്റ്. സോ അതുകൊണ്ടാണ് അവർ നിങ്ങളോട് ജലസി വെക്കുന്നതും ആൻഡ് അവർക്ക് ഈ ജലസി ഉള്ളതും. നിങ്ങളുടെ ഊർജം, ഈവൻ തോ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം, പക്ഷെ അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. ബിക്കോസ് ഈ ഹെൽത്ത് ഇഷ്യൂസിൽ നിങ്ങൾ ഏറെ പണി ചെയ്യുന്നുണ്ടാകാം, നിങ്ങൾ വീട് നോക്കുന്നുണ്ടാകാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടാകാം, നിങ്ങൾ ഓഫീസിൽ പോകുന്നുണ്ടാകാം, മെയിൽസ് ആണെങ്കിൽ 2-3 പാർട്ട് ടൈം ജോബ്സ് ചെയ്യുന്നുണ്ടാകാം. ഈവൻ തോ നിങ്ങൾക്ക് വയ്യ, യെറ്റ് അവർക്ക് അപ്രിസിയേഷൻ കൊടുക്കാൻ മനസ്സില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ അപ്രിസിയേഷൻ നൽകാൻ ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സില്ല. സോ അവർക്ക് നിങ്ങളെ എപ്പോഴും താഴ്ത്തി കാണിക്കാനാണ് ഇഷ്ടം. ആൻഡ് അതിനാണ് അവർ ഇഫ് കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടം അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ വരുന്നത്. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ വാട്ട് എൽസ്. Leap, you go first, the universe will catch you. So next thing is അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യം ഇരുന്ന് കഴിഞ്ഞു, ദാറ്റ് പ്രേക്ഷകർ എന്ത് ചെയ്താലും ദൈവം അത് നൽകും. ഇത് സെയിം കണ്ടന്റ് ആണ് ഈവൻ ഫസ്റ്റ് ഗ്രൂപ്പിലും തന്നെയായിരുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നോ ദൈവം കൊണ്ടുതരും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴത്തേക്കിന് ദൈവം നിങ്ങൾക്ക് 10 ഇങ്ങോട്ട് തന്നു കഴിയും എന്ന ഒരു സ്ലാൻഡറിങ് ആണ് ഈ പറയുന്ന ആൾക്കാർ മറ്റാൾക്കാരോട് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ഓക്കെ, എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ചില ആൾക്കാർ, പ്രേക്ഷകർക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ ഈവൻ ഇത് പറഞ്ഞ് നടക്കുന്നുണ്ട്, ദാറ്റ് നിങ്ങളൊക്കെ ബ്ലാക്ക് മാജിക് ചെയ്താണ് നിങ്ങളുടെ ലൈഫ് നന്നാക്കുന്നത്. പൊതുവെ എന്തുകൊണ്ട്? ബിക്കോസ് അവർക്ക് ആ ഒരു നേട്ടം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ബിക്കോസ് നിങ്ങൾ വളരെ ന്യായത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പെതുക്കെ ആയാലും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ന്യായം ലഭിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ ആൾക്കാർ ന്യായത്തിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് താഴ്ചയും വരുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനെ ഫോഴ്സ്ഫുള്ളി നിങ്ങളൊപ്പം നിർത്തുകയാണ്. ഓക്കെ, സോ അതാണ് അവർ പറഞ്ഞ് നടക്കുന്നത്. റൈറ്റ്, ദാറ്റ്സ് സില്ലി, ഇസ്ൻ്റ് ഇറ്റ്? നമുക്കൊരിക്കലും ദൈവത്തെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. സി പ്രേക്ഷകർക്കേറെ അബണ്ടൻസ് ആണ്, സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ്, സുഖം, ഓക്കെ,
സുഖം, സമാധാനം, സന്തോഷം, ഇതാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ. പ്രേക്ഷകർക്ക് ഒരിക്കലും ഒന്നിനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. പ്രേക്ഷകർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകത്തുമില്ല. യുനോ ചില ആൾക്കാർ ഇതും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ട് എന്നതും പറഞ്ഞു നടക്കുന്നുണ്ട്. ജസ്റ്റ് എന്തിനാണ്? ബിക്കോസ് അവരുടെ ഈഗോയിനെ സാറ്റിസ്ഫൈ ആക്കാനാണ്. സോ പ്രേക്ഷകർക്ക് അതൊന്നും മനസ്സിലെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറൈറ്റ്, ഓക്കെ, ഓൾറൈറ്റ്. സി ഹാർമണി. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും സമാധാനമാണ്. നിങ്ങൾക്കൊരിക്കലും ഒരു വിഷമം വരാറില്ല. ഓക്കെ, പ്രേക്ഷകർക്കൊരു വിഷമവും വരാറില്ല, ഒരു അസുഖവും വരാറില്ല, ഒരാപത്തും വരാറില്ല. പ്രേക്ഷകരുടെ ലൈഫ് ഫുൾ ഓൺ ഗുഡ് 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 ഗുഡ്. ഓക്കെ, നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ് എന്നതാണ് ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ഓക്കെ, ബേസ് ചക്ര റെസ്റ്റ് ആൻഡ് റെജുവനേറ്റ്. ഓ, സോ മൈറ്റ് ബി പ്രേക്ഷകർ വീട്ടിലിരുന്നാകാം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വളരെ കുറച്ച് ദിവസം മാത്രം ഓഫീസിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കുള്ളൂ. ബട്ട് ഈ പറയുന്ന ആൾക്കാരിൽ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ ദിവസവും പോയി ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. സോ അവർ പറയുന്നത് നിങ്ങൾ വളരെ ലക്കിയാണ്, പ്രേക്ഷകർ വളരെ ലക്കിയാണ്. കാരണം പ്രേക്ഷകർക്ക് വേണ്ട റെസ്റ്റും പരിഗണനയും പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പ്രേക്ഷകർക്ക് അവരെ മാതിരി അധികം ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഈ സിൽവർ സ്പൂൺ എന്ന് പറയത്തില്ലേ, ആ ഒരു ലൈഫാണ് പ്രേക്ഷകർക്കുള്ളത് എന്നതാണ് ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞു നടക്കുന്നത്. ആൻഡ് വളരെയധികം കോൺഫിഡൻ്റ് ആണ്, വളരെയധികം മാഗ്നറ്റിക് ആണ്. ദാറ്റ് ഈസ് എന്താഗ്രഹിക്കുന്നു അത് അപ്പോൾ തന്നെ ജീവിതത്തിൽ നടക്കുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, ആൻഡ് സംഹാവ് എനിക്ക് തോന്നുന്നു ഇഫ് ഇത് നിങ്ങളുടെ റിലേഷൻ ആണെങ്കിൽ, ഓക്കെ, ചില പ്രേക്ഷകർ, ഞാൻ ഇത് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന്. ഈ ലെറ്റ് മീ ടെൽ യു, ചിലതിൽ ദാറ്റ് ഈസ് ഈ 2-3 പേരിൽ ഞാൻ പറഞ്ഞല്ലോ ഹൈ അതോറിറ്റി, അത് നിങ്ങളുടെ മദർ മദർ ഗ്രൂപ്പിൽ വരുന്നതാണ്. മദർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമ്മയാകാം, മദർ ഇൻ ലോ ആകാം, അല്ലെങ്കിൽ അമ്മയുടെ അനീതിയാകാം, ചേച്ചിയാകാം, ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരും കൂടിയാണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ സമ്പന്നത അവർക്കും അർഹതപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ്, ഇവിടെ പ്രേക്ഷകർ സമ്പാദിക്കുന്നതിൻ്റെ ഒരംശം അവർക്കും കൊടുക്കേണ്ടതാണ് എന്നതും ചില ആൾക്കാർ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിലെ ഒരു പങ്ക് അവർക്ക് വേണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ്, അത് ജലസിയിൽ നിന്ന് മാത്രമാണ്. സോ ഒരു പ്രേക്ഷകർക്കും അതൊരു ഭാരമായിട്ടോ അല്ല അയ്യോ ഞാൻ ഇത് ചെയ്യണോ എന്നുള്ള രീതിയല്ല. ഓക്കെ, ഇവിടെ ജസ്റ്റ് എന്തുകൊണ്ടാണ് അവർ ജലസ്, ഓക്കെ, എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ജലസി, എന്തിനാണ് ജലസി എന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എൻ്റെ ഈ വീഡിയോ പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഏറെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്ത പ്രേക്ഷകർ താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനർജി എക്സ്ചേഞ്ച് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക, ഷോർട്സ് കാണാൻ മറക്കരുത്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തത് ഏസ് ഓഫ് കപ്സ് ആണ്. നമുക്ക് നോക്കാം ആർക്കാണ് പ്രേക്ഷകരോട് ജലസി ആൻഡ് എന്തിന്. ഡെയിലി ഷോർട്സ് ഇടുന്നുണ്ട്. സോ ഷോർട്സ് കണ്ടു നോക്കുക. രാവിലെയാണ് ഇടുന്നത്, മൈറ്റ് ബി 10 to 12 അതിൻ്റെ ഇടയ്ക്കാണ് ഇടുന്നത്, കണ്ടു നോക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID enlightentarot960@gmail.com എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. സെയിൽസ് ടീം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ക്രിസ്റ്റൽസ്, ബ്രേസ്ലെറ്റ്സ് ആസ് വെൽ സ്പിരിച്വൽ ചാനൽ മെസ്സേജസ് ബുക്ക് ചെയ്യാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. ആൻഡ് എൻ്റെ മറ്റൊരു ചാനലായ അക്കോർഡിംഗ് ടു ദ ടാരോ ഡെയിലി മെസ്സേജസ് അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്, കണ്ടു നോക്കാവുന്നതാണ്. സോ ലെറ്റ്സ് സീ ഹെർമിറ്റ്. ഓക്കെ, 6 of Wands,
Page of Cups, Ace of Wands, the Lovers, Eight of Swords. Okay. Five of Cups, Ace of Cups, Magician. സോ മറ്റ് രണ്ട് റീഡിങ്ങിൽ ഞാൻ ഈ എക്സസ് രണ്ട് കാർഡ്സ് എടുത്തിട്ടില്ല. ഓക്കെ, സോ സംഹൗ എനിക്ക് തോന്നി ഇത് ഇവിടെ എടുക്കണം. ഓക്കെ, സോ ഇവിടെ പ്രേക്ഷകർക്ക് ഏറെ നോളജ് ഉണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ജലസി? ബിക്കോസ് പ്രേക്ഷകർക്ക് ഏറെ നോളജ് ഉണ്ട്. ഓക്കെ, അത് സ്പിരിച്വൽ കാര്യമായിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, ദാറ്റ് ഈസ് നോർമലി നമ്മുടെ ഡെയിലി റൂട്ടീൻ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ വളരെയധികം പഠിത്തമുള്ളവരാണ്. നോട്ട് ജസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടാകാം, ചിലർ PhD ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, ഇഫ് ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, ഗ്രാജുവേഷൻ മാത്രമാണ് ചെയ്തെങ്കിൽ പോലും, ഓർ ഈവൻ ഇഫ് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറെ നോളജ് ഉണ്ട്. ഏത് കാര്യം, ഏത് ടോപ്പിക് ചോദിച്ചാലും നിങ്ങളുടെ കയ്യിൽ അതിന് ഉത്തരമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്പിരിച്വലി ആയിട്ടും നിങ്ങൾ വളരെ ഉയർന്ന ആൾക്കാരാണ്. ഓക്കെ, പ്രേക്ഷകർ, തേർഡ് ഗ്രൂപ്പിലെ പ്രേക്ഷകർ വളരെയധികം എൻലൈറ്റഡ് ആണ്. സോ ദൈവ കാര്യങ്ങൾ, റിലീജിയസ് കാര്യങ്ങൾ, സ്പിരിച്വൽ കാര്യങ്ങൾക്കൊക്കെ ഏറെ ഏർപ്പെടുന്നതാണ്. ആൻഡ് അത് പലർക്കും കണ്ടുകൂടാ. ഓക്കെ, സോ അത് വരുന്നുണ്ട്. ആൻഡ് അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിജയമാണ്. ബിക്കോസ് സംഹൗ ഇഫ് നിങ്ങൾ ഓൾറെഡി സ്പിരിച്വലി വളരെ ഉയർന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സക്സസ് വന്നു ചേരുന്നതാണ്. ആൻഡ് ഇവിടെ ഈ ആർക്കാണോ, ബിക്കോസ് അതിവിടെ തെളിഞ്ഞിട്ടില്ല ഇതുവരെ, സോ ഞാൻ പറയാം. ഓക്കെ, ഒരാളുടെ കാര്യം വന്നിട്ടുള്ളൂ, സോ ഞാൻ പറയാം. ഇവിടെ ഈ ജലസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കറിയാം നിങ്ങൾ വളരെയധികം റിഗ്രറ്റ്, വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോയതാണ്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ പാർട്ട്ണർ, അത് ഇഫ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസ്, ഓർ ഇഫ് നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ പാർട്ട്ണർഷിപ്പ്, അതിൽ നിങ്ങൾക്ക് വളരെയധികം തോൽവികൾ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നത് അവർക്കറിയാം. ഓക്കെ, നൗ ഈ തോൽവികളിൽ നിന്നും നിങ്ങൾ ഉയർന്നു. ഓക്കെ, സംഭവം നിങ്ങൾ നിങ്ങളെ വാട്ട് വി സേ, നിങ്ങളെ തന്നെ ബിറ്റ്സ് ആയിട്ട്, ദാറ്റ് ഈസ് നിങ്ങൾ തകർന്നു പോയാൽ നിങ്ങൾ ഒന്നിച്ചെടുത്തു. ഓക്കെ, ഒരുമിപ്പിച്ചു, ആൻഡ് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സോ അതും ചില ആൾക്കാർക്ക് ശരിയായിട്ടില്ല. എന്തുകൊണ്ട്? ബിക്കോസ് അവർ ആഗ്രഹിച്ചിരുന്നത് നിങ്ങൾ ഈ ഒരു തകർച്ചയിൽ മൊത്തം തകർന്നു പോകണം എന്നതാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ പ്രേക്ഷകർ നിങ്ങൾ ഈ തകർച്ചയിൽ നിന്ന് പിന്നെയും എഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് ഐ തിങ്ക് ഓൾമോസ്റ്റ് 95 to 98% പ്രേക്ഷകർക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ വിജയത്തിലേക്കാണ് വന്നത്. വിജയത്തിൽ വന്നത് മാത്രമല്ല, ഓക്കെ, ഏറെ പ്രേക്ഷകർ ഇവിടെ ഇന്നസെൻ്റ് ആയിരുന്നു, മെയിൽ ഓർ ഫീമെയിൽ. നിങ്ങൾ വളരെ വളരെ ഇന്നസെൻ്റ്, വളരെ ട്രൂത്ത്ഫുൾ, വളരെ ലോയൽ. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ആത്മാർത്ഥത കൊണ്ട് തന്നെ നിങ്ങൾക്കേറെ ബുദ്ധിമുട്ടുകളും വന്നു. എന്നിട്ടും അതിൽ വിജയത്തിൽ വന്നു കഴിഞ്ഞിട്ടും പിന്നെയും നിങ്ങൾ ആ ആത്മാർത്ഥതയിൽ നിൽക്കുകയാണ്. ദാറ്റ് ഈസ് ഈ ജലസായ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ തകർന്നു പോകണം, അല്ലെങ്കിൽ ഈ തകർന്നയിൽ നിന്ന് നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾ അവരെ മാതിരിയാകണം. ദാറ്റ് ഈസ് മറ്റാൾക്കാർക്ക് കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അവരെ വാട്ട് എവർ ഇറ്റ് ഈസ്, അവരെങ്ങനെ താഴ്ത്തി കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. ബിക്കോസ് അവരും ആ ഒരു മോഡിൽ നിന്ന് വന്നവരാണ്. ഓക്കെ, തെറ്റ് പറയാനില്ല, അവരും ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് വന്നവരാണ്. പക്ഷേ ഇവിടെ പ്രേക്ഷകർ, ഐ വിൽ ജസ്റ്റ് നീഡ് ടു ക്ലാപ്സ് ടു യു.
കാരണം നിങ്ങൾ ഈ ഒരു തകർച്ചയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയത് മാത്രമല്ല, പിന്നെയും നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ഇന്നസെൻസ്, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ വ്യക്തിത്വം അതിനെ കാത്തു സൂക്ഷിച്ചു. ഓക്കെ, നിങ്ങൾ കാത്തു സൂക്ഷിച്ചു. ആൻഡ് അതും പല ആൾക്കാർക്ക് ശരിയാകുന്നില്ല. ഓക്കെ, ബിക്കോസ് അവരാഗ്രഹിച്ചത് അവരെ മാതിരി നിങ്ങളാകും. ഓക്കെ, സോ അവിടെ എന്തോ അവർക്കൊരു വിജയം എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ അവരുടെ ധാരണകളെ ടോട്ടലി തെറ്റിച്ച് നിങ്ങൾ നിങ്ങളുടെ അതേ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്നു. ആൻഡ് ഡിവൈൻ സീസ് ദാറ്റ്. ഓക്കെ, ദൈവം, യൂണിവേഴ്സ്, നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ശക്തിക്ക് നിങ്ങളെ ഒന്നും കൂടി ഇഷ്ടമാണ്. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെയാണ് തിരിച്ചെടുത്തത്. നിങ്ങൾ അവിടെ തകർന്നു പോയി മറ്റൊരു വ്യക്തിത്വത്തെ എടുത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പം എപ്പോഴും ഒരു പ്രൊട്ടക്ഷനായിട്ട് തന്നെ കൂടെയുണ്ട്. ആൻഡ് ഇത് പലപ്പോഴും ഈ ജലസി ഉള്ള ആൾക്കാർക്ക് അനുഭവപ്പെടുന്നുണ്ട്. എങ്ങനെ? പലപ്പോഴും അവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് തന്നെ ആ അനുഭവം ഏതെങ്കിലും ഒരു രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അത് പ്രേക്ഷകർ അറിയുന്നില്ലായിരിക്കാം, പക്ഷെ അവർക്കത് അവർ കേൾക്കുന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് ആൻഡ് ഏസ് ഓഫ് കപ്സ് 2 പ്രാവശ്യമാണ് വന്നത്. സോ ദാറ്റ് മീൻസ് ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ഹീലേഴ്സ് ആയിരിക്കാം, സ്പിരിച്വൽ ലീഡേഴ്സ് ആയിരിക്കാം, ലൈഫ് കോച്ചസ് ആയിരിക്കാം. ഓക്കെ, ആസ് വെൽ ആസ് നിങ്ങൾ ഒത്തിരി ഡിവൈൻലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഏറെ ദേവാലയങ്ങളിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ ഏറെ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് ഏറെ ഹീലിംഗ് ചെയ്ത് കൊടുക്കുന്നവരാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ട് തന്നെ ഡിവൈൻ കണക്ഷൻ, ഏഞ്ചലിക് കണക്ഷൻ, സ്പിരിറ്റ് ഗൈഡ് കണക്ഷൻ ഏറെ ഉള്ള പ്രേക്ഷകർ ആണ്. ഓൾ റൈറ്റ്, സോ അത് ഈ പറയുന്ന ജലസിയുള്ള ആൾക്കാർക്ക് കാണാനോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ഐ ഡു ഫീൽ ഈ ജലസി വരുന്നത് പല പ്രേക്ഷകർക്കും അവരുടെ പാർട്ട്നേഴ്സിൽ നിന്ന് തന്നെയാണ്. ഇഫ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ സ്പൗസ്, ഇഫ് നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, അത് മെയിലാകാം ഫീമെയിലാകാം, അവരിൽ നിന്ന് തന്നെ നിങ്ങൾക്കേറെ ജലസി വരുന്നുണ്ട്. ബിക്കോസ് അവരും നിങ്ങളുമായിട്ട് ഒത്തിരി ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, ഈവൻ തോ അവരും സ്പിരിച്വലി ഗവേൺഡ് ആയിരിക്കും, എന്നാൽ പോലും നിങ്ങളുടെ ആ ലെവലിൽ അവർക്ക് എത്താൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഐ ഫീൽ ദാറ്റ്. ഇനി വേറെ ഉണ്ടോയെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഓൾ റൈറ്റ്, ആൻഡ് ഈ പറയുന്ന കാര്യങ്ങൾ, ദാറ്റ് ഇസ് പ്രേക്ഷകരുടെ സ്വന്തം ആത്മാർത്ഥതയിൽ ഉറച്ചു നിൽക്കുന്നതും ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് വരണമെന്ന ആഗ്രഹത്തിൽ നിൽക്കുന്നത് പലർക്കും പേടി സ്വപ്നമാണ്. ഓക്കെ, നിങ്ങൾക്കെതിരെ ജലസി അല്ലെങ്കിൽ സ്ലാൻഡർ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ആക്ച്വലി നിങ്ങളെ പേടിയാണ്. അവർക്ക് പേടിയാണ്. ദാറ്റ് ഈസ് എപ്പോഴെങ്കിലും നിങ്ങൾ അവരെ ഓവർടേക്ക് ചെയ്തു പോകുമോ, ദാറ്റ് ഈസ് അവർ ചെയ്യുന്ന ഈ ഗോസിപ്പിനെ നേരെ വന്ന് നിങ്ങൾ നിർത്തുമോ എന്നുള്ളൊരു പേടിയും അവർക്കുണ്ട്. സോ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഈ പറയുന്ന ആൾക്കാരും പ്രേക്ഷകരുടെ മുന്നിൽ വരാൻ താല്പര്യപ്പെടാത്തവരായിരിക്കും. ഓക്കെ, അതായത് മുന്നിൽ കൂടെ വന്നിട്ട് വേറെ റൂട്ട് പിടിച്ചവർ പോകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അവർക്ക് പ്രത്യക്ഷപ്പെടാം. അവർ ഒളിഞ്ഞു നോക്കുന്നുണ്ടാകാം, പക്ഷെ സ്ട്രെയിറ്റ് മുന്നിൽ നിൽക്കാൻ അവർക്ക് ഒരു സാഹസമില്ലായിരിക്കും. ഓക്കെ, അത് ശ്രദ്ധിക്കുക, മനസ്സിലാക്കും. ഓക്കെ, ആൻഡ് ഈ പറയുന്ന സ്ലാൻഡർ ചെയ്യുന്ന ആൾക്കാർ അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ മാജിക് ഉണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ എന്ത് ദൈവത്തിനോട് പറയുന്നു അല്ലെങ്കിൽ എന്ത് നിങ്ങളുടെ ഇച്ഛകൾ നിങ്ങളുടെ ഡിവൈനോട് പറയുന്നു, ഉടനെ ഡിവൈൻ അത് പൂർത്തീകരിച്ച് കൊടുക്കും എന്നത് അവർക്കൊരു പേടിയുമാണ് ആൻഡ് ഒരു അറിവുമാണ്. ഓൾ റൈറ്റ്, സോ ഇതാണ് റീസൺ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു. നൗ ആരാണ്? പ്ലീസ് ക്ലാരിഫൈ, ഇസ് ദാറ്റ് ഓൺലി ദ പാർട്ട്നേഴ്സ് ഓർ എനി വൺ എൽസ് ഹു ഇസ് ജെലസ്? ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് ഓക്കെ, സോ 2 ക്വീൻസ് ആണ് വന്നത്. ഒന്ന് ക്വീൻ ഓഫ് വാൻഡ്സ് ആൻഡ് ക്വീൻ ഓഫ് സ്വോർഡ്സ്. സോ 2 ഫീമെയിൽ എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും ഫീമെയിൽ ആകണം എന്നില്ല. ഓക്കെ, മെയിൽസും ആകാം. ഒന്ന് ബിസിനസ് അല്ലെങ്കിൽ നല്ല അതോറിറ്റി ഉള്ള ആൾ, അതോറിറ്റി ഇൻ ദ സെൻസ് വാക്കുകൾ വളരെ ദൃഢതയുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ. ആ ആൾക്ക് എന്ത് മുഖത്ത് നോക്കി പറയാം, ആൻഡ് ആൾക്കാർ അവരെ അംഗീകരിക്കുന്നതാണ്. ദാറ്റ് ഈസ് അംഗീകരിച്ചെടുക്കും അവർ. അങ്ങനത്തെ ഉള്ളവരാണ് ചില പ്രേക്ഷകർ. ദാറ്റ് ഈസ് ഏതാൾക്കാരോ അവരുടെ വീട്ടിൽ ചിലപ്പോൾ കറുത്ത കളറിലെ ക്യാറ്റ്സ് ഉണ്ടാകാം,
ശ്രദ്ധിക്കുക. ഓക്കെ, അല്ലെങ്കിൽ കറുത്ത കളറുള്ള പൂച്ചയെ വളരെ ഇഷ്ടമായിരിക്കാം. ഓക്കെ, എപ്പോഴും ഈ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ്റെ നോട്ടം നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും. നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലോ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ് എപ്പോഴും ആ നോട്ടം അവിടെയാണ്. ദാറ്റ് മീൻസ് അവരെപ്പോഴും വീടിൻ്റെ വെളിയിലായിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. ഓക്കെ, അടുത്തത് വരുന്നത് എഗെയിൻ വളരെ സ്പിരിച്വലി വളരെ അല്ലെങ്കിൽ ദൈവഭക്തൻ കാണിക്കുന്ന ഒരാൾ, പക്ഷേ വാക്കുകൊണ്ട് ദാറ്റ് ഈസ് നിങ്ങളുടെ മുമ്പിൽ നല്ല ദൈവഭക്ത എന്ന് കാണിക്കും, വെളിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്കെതിരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും. ദാറ്റ് ഈസ് ആൾക്കാരെ നിങ്ങൾക്കെതിരെയാക്കും. അങ്ങനത്തെയുള്ള ഒരു ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ആണ്. ഓക്കെ, സോ 3 പേര് വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് എൽസ്. സ്റ്റാർ സീഡ്, വാട്ട് ലൈറ്റ്സ് യു അപ്പ്. സീ, ഈ പറയുന്ന ജലസിയുള്ള ആൾക്കാർക്കറിയാം ദാറ്റ് നിങ്ങളിലേറെ കഴിവുകളുണ്ട്, പക്ഷെ അവർക്ക് പേടിയാണ്. ബിക്കോസ് നിങ്ങൾ ആ കഴിവുകൾ എടുക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനം ഇല്ലാതായി പോകും എന്നുള്ള പേടിയാണ് ഈ പറയുന്ന ഈ പറയുന്ന ആൾക്കാർക്ക് ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളോട് ഇത്രയും ജലസി. റീബർത്ത്, അടുത്തൊരു കാരണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എത്ര ബുദ്ധിമുട്ടുകൾ വന്നോട്ടെ, എന്തോരം വിഷമങ്ങൾ വന്നോട്ടെ, ഒറ്റയ്ക്കായിക്കോട്ടെ, പക്ഷെ പ്രേക്ഷകർ എഴുന്നേൽക്കും. ഓക്കെ, അവരെഴുന്നേൽക്കും, നിങ്ങൾ എഴുന്നേൽക്കും. ഓക്കെ, നിങ്ങൾക്ക് ഉള്ള ഈ ഒരു കഴിവ് ദാറ്റ് ഈസ് ഒറ്റയ്ക്കാണേലും ജീവിതം തിരിച്ചു പിടിക്കുന്ന ആ ഒരു കഴിവ് ഈ പറയുന്ന ജലസിയുള്ള ആൾക്കാർക്ക് ഇല്ല. ഓക്കെ, സോ അതും ഒരു കാരണമാണ്. വെരി ഡീപ്പ്, ഈ ഒരു പായൽ വളരെ ഡീപ്പ് മെസ്സേജസ് ആണ്. എഗെയിൻ ത്രോട്ട് ചക്ര വരുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് 1 or 2 ട്രാൻസ്ഫോർമേഷൻ. നെക്സ്റ്റ് ഒരു കാര്യം പിടിക്കാത്തത് അല്ലെങ്കിൽ ഈ ഒരു ജലസി ആയിട്ടുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നേരത്തെ ചിലപ്പോൾ പ്രേക്ഷകർ വളരെ പേഷ്യൻറ്റ്, എന്ത് നടന്നാലും മിണ്ടാതിരുന്ന് സഹിക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് ഇപ്പോൾ അവർ കണ്ടത് ദാറ്റ് ഈസ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് അവർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനുള്ള മറുപടി പ്രേക്ഷകർ പറയും എന്നുള്ളൊരു തോന്നൽ ഈ പറയുന്ന ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നേരത്തെയുള്ള വ്യക്തിത്വത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്ത വ്യക്തിത്വത്തിൽ മാറിക്കഴിഞ്ഞതും അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ നേരത്തെ നിങ്ങൾ മറ്റാൾക്കാർ പറയുന്നത് അംഗീകരിക്കും, ജസ്റ്റ് നോട്ട് ചെയ്യും, തല വെറുതെ നോട്ട് ചെയ്യുമെങ്കിൽ ഓക്കെ, ഒന്നും ചോദിക്കാതെയോ ഒന്നും അഭിപ്രായം പറയാതെ അവർ പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്കറിയാം ദാറ്റ് നിങ്ങൾ തിരിച്ചും പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡീപ്പ് ദാറ്റ് ഈസ് അവർ പറയുന്നത് അതുപോലെ നിങ്ങൾ എടുക്കുന്നില്ല. ഇനിയും നിങ്ങളെ ഇമോഷണലി അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കൺഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതും ഒരു കാരണമാണ് ജലസിക്ക്. ഓക്കെ, സോ വളരെ ഡീപ്പ് റീഡിങ്, ബട്ട് ഐ ഫീൽ വെരി റിലാക്സ്ഡ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റീഡിങ് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് വളരെ സമാധാനമാണ്. ഓക്കെ, സംഭവം ഈവൻ തോ അറിയാം, പ്രേക്ഷകർക്കും അറിയാം ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്, ആൻഡ് പക്ഷെ വളരെ സമാധാനം തോന്നുന്നുണ്ട് പ്രേക്ഷകർക്ക്. ഓക്കെ, സോ ഈ ഒരു റീഡിങ് പ്രേക്ഷകർക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഏറെ പ്രേക്ഷകർക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ എൻ്റെ വീഡിയോസ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എനർജി എക്സ്ചേഞ്ച് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. ആൻഡ് ഷോർട്സ് കാണാൻ മറക്കരുത്. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.